മറ്റേ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തോടാ അശ്വതി മാം? Good afternoon. Good afternoon, ma'am. One minute, Tom. നമ്മൾ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയത് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലേ? ഇനി നമ്മൾ എടുക്കുന്നത് 10th ചാപ്റ്റർ ആണ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പറയാൻ പറ്റുമോ? അതിന്റെ ചാപ്റ്ററിന്റെ പേര് തന്നെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നാണ് അല്ലെ. ഹോസ്പിറ്റലുകളിൽ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കി. എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്? എന്തായിരിക്കാം മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം? നമുക്കൊന്നും പറയാനില്ലേ? എക്യുപ്മെന്റ്സ് എല്ലാം മാനേജ് ചെയ്യുന്നത്. എന്താണ് മെറ്റീരിയൽസ്? പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആവാം, അങ്ങനെ സ്റ്റേഷനറി ഐറ്റംസ് ആകാം, അങ്ങനെയുള്ള എല്ലാ തരം മെറ്റീരിയൽസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ കുറിച്ചാണ്, മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. As far as any enterprises is concerned, materials are a major cost factor. നമുക്കറിയാം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഹോസ്പിറ്റലിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഹോസ്പിറ്റലിൽ എത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. ഇപ്പോ നമ്മുടെ റിസപ്ഷനില് പലതരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ലാബുകളില്, അതുപോലെ തന്നെ ലബോറട്ടറി, അതുപോലെ തന്നെ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില്, പല ഡിപ്പാർട്ട്മെന്റുകളിലും പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ, ഇപ്പോ റേഡിയോളജിയിലായാലും വളരെ വിലപിടിപ്പുള്ള ഐറ്റംസുകളല്ലേ, സ്കാൻ മെഷീൻസ്, എക്സ്റേ മെഷീൻസ്, MRI മെഷീൻസ്, അങ്ങനെയുള്ള പല മെഷീൻസും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ഡിപ്പാർട്ട്മെന്റുകളും ഹോസ്പിറ്റലുകളിലുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളിൽ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മേജർ കോസ്റ്റ് ഫാക്ടർ ആണ്, ചിലവുള്ള ഒരു ഘടകമാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ്? About 40% of budgetary allocation is on procurement and management of stores in healthcare institutions. അതുപോലെ തന്നെ നമ്മൾ ഓരോ കൊല്ലം തോറും നമ്മൾ എന്താണ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും കേട്ടോ, മാർക്കറ്റിംഗിലും ബഡ്ജറ്റ് നമുക്ക് പഠിക്കാറുണ്ട്.
പ്രിപ്പയർ ചെയ്യുന്ന രീതികളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോ നമുക്കറിയാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കണക്ക് കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ എക്യുപ്മെന്റ്സിന്റെയും നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോ പല രീതിയിലുള്ള കോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമ്മൾ 40% നമ്മൾ മാറ്റി വെക്കാറുണ്ട്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 40% നമ്മൾ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു ഹോസ്പിറ്റലുകളിൽ. ഇനി എന്താ, മെറ്റീരിയൽസ് ക്യാൻ ബി, മെറ്റീരിയൽസ് എത്തരത്തിലുള്ള സാധനങ്ങളെയാണ് നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നോക്കിയേ. മെറ്റീരിയൽസ് ക്യാൻ ബി ടേംഡ് ആസ് equipments, apparatus and supplies acquired, stocked and utilized by an organization. അപ്പൊ എന്താണ് മെറ്റീരിയൽസിനെ പറയുന്ന മറ്റൊരു പേരുകൾ അല്ലെ, എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അപ്പാരറ്റസ്, യന്ത്രങ്ങൾ, അതുപോലെ തന്നെ സപ്ലൈസുകൾ, സ്റ്റോക്ക്, ഇതൊക്കെ നമ്മൾ മെറ്റീരിയൽസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽസിനെ പറയുന്ന മറ്റൊരു പേരുകളാണ്. ഇനി എന്താ, materials management may be interchangeably defined as stores management. Underline ചെയ്തു വെച്ചേ, മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, സ്റ്റോർസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ദാറ്റ്, സ്റ്റോർസ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ഹൗസ്ലി ഹാസ് ഡിഫൈൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഹൗസ്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ. അക്വിസിഷൻ എന്ന് പറയുന്നത് എന്താണ്, അക്വിസിഷൻ എന്താ, അക്വിസിഷൻ എന്ന് പറഞ്ഞാല് എന്താ അക്വിസിഷന്റെ മീനിങ്? അക്വിസിഷൻ ഏറ്റെടുക്കുക അല്ലെങ്കിൽ എന്താ, കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലെ. ഇനി എന്താണ് ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പോസിഷൻ ഡിസ്പോസിഷൻ എന്താണ്, ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമീകരണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അക്വിസിഷൻ മീൻസ് ഏറ്റെടുക്കുന്നത്, അതുപോലെ തന്നെ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമീകരിക്കുക, ക്രമീകരണം. അപ്പൊ എന്താണെന്ന് വായിച്ചു നോക്കിയാൽ ഡെഫിനിഷൻ. The supervision and control of goods, services and equipments from acquisition to disposition. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ഓർഗനൈസേഷനിലോട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലയറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും അല്ലെ. ഇല്ലേ, നമ്മളൊരു സാധനം, എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കടയിൽ പോയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോ അവിടെ ആരുള്ളത്, കച്ചവടക്കാരനുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ പറയുന്നത് സപ്ലയർ എന്ന്, ഇല്ലേ. ആ സപ്ലയർ അല്ലെങ്കിൽ വെഞ്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കും. ഇപ്പൊ വെഞ്ചറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലും കുറെ ഐറ്റംസ്, പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ പല പല ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടതായിട്ടുള്ള പല പല എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. ആ എക്യുപ്മെന്റ്സുകൾ നമ്മള് സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലയറുടെ കയ്യിൽ നിന്ന് ഓർഡർ കൊടുത്ത് നമ്മൾ വാങ്ങിക്കും. അങ്ങനെ ഓർഡർ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുതരും അല്ലെ. അത് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മളത് റിസീവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതാത് സ്ഥാനത്തേക്ക് ക്രമീകരിച്ച് സ്റ്റോർസിൽ വെക്കുന്നുണ്ട്, ഇല്ലേ. അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഒരു മെഡിസിൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. മെഡിസിന്റെ കാര്യം തന്നെ എടുക്കാം. ഫാർമസിയില് മെഡിസിൻ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മരുന്നുകളൊക്കെ തീർന്നു പോയി എന്ത് ചെയ്യും, നമ്മൾ ഓർഡർ കൊടുത്ത് നമ്മൾ വാങ്ങിക്കും, ഇല്ലേ. ആ ഓർഡർ കൊടുത്ത് വാങ്ങിച്ചിട്ട് സപ്ലൈർ നമ്മളുടെ കയ്യിൽ കൊണ്ടുതരുമ്പോ നമ്മൾ അവിടെ തന്നെ വെക്കാമോ ചെയ്യാറ്? അവിടെ തന്നെ വെക്കോ? ഇല്ല. അതെടുത്ത് നോക്കി
എത്ര എണ്ണം ഉണ്ട്, നമ്മൾ ഓർഡർ കൊടുത്തതനുസരിച്ചിട്ടാണോ കൊണ്ടുവന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഇപ്പൊ പാരസെറ്റാമോൾ ടാബ്ലറ്റ് ആണെങ്കിൽ അത് വെക്കുന്നത് എവിടെയാണോ, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങൾ ഉണ്ടല്ലേ ഇല്ലേ? ഓരോ മരുന്നുകൾക്കും ഇനിയിപ്പോ നമ്മൾ ഒരു ദിവസം നമ്മള് ഓർഡർ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ദിവസം ഒരു സ്ഥാനത്ത് വെച്ചു, പിന്നീടും അത് തീർന്നു പോയിട്ട് നമ്മൾ ഓർഡർ കൊടുത്തു അത് വന്നപ്പോ വേറൊരു സ്ഥാനത്തേക്കാണ് വെക്കുന്നത്, വേറൊരു സ്ഥലത്താണോ വെക്കുക? ഇല്ല. ഓരോ മരുന്നിനും അതിൻ്റെതായിട്ടുള്ള രീതികളും ക്രമീകരണവും ഉണ്ടാവും അല്ലെ? നമ്മൾ ക്രമീകരിച്ച് ഓരോ പൊസിഷനിൽ വെക്കുന്നുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ എന്താണ്, മരുന്നുകൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്, അത് പേഷ്യൻസിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് അല്ലെ? അതുകൊണ്ട് ഓരോ മരുന്നുകളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്രമീകരിച്ച് വെക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കിയേ, ആ മരുന്നുകൾ നമ്മൾ വാങ്ങിച്ചു, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്രമീകരിച്ചു. അപ്പോ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ കൈവശപ്പെടുത്തുക അല്ലെ? സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പോസിഷൻ ക്രമീകരിക്കുക അല്ലെ? ഓരോന്നിന്റെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്രമീകരിച്ച് വെക്കുന്നു. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള ഒരു മാനേജ്മെന്റിനെയാണ് നമ്മൾ പറയുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡർ കൊടുത്തിട്ട് അത് കൈവശപ്പെടുത്തി ക്രമീകരിച്ച് വെക്കുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. മാനേജിങ് ഓഫ് മെറ്റീരിയൽസ് ടു ഗിവ് ദ റൈറ്റ് ക്വാളിറ്റി of the material at the right time, at the right place, at low cost of materials management. ഇനി വേറൊരു രീതിയിലും മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മുടെ മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെയാണ് റൈറ്റ് ക്വാളിറ്റിയില്, റൈറ്റ് ടൈമില്, റൈറ്റ് പ്ലേസില്, ലോ കോസ്റ്റില് നമ്മൾ കൊടുക്കുന്നതിനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? മെറ്റീരിയൽസ് ആർ എ വൈറ്റൽ റിസോഴ്സസ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ? ഒരു ഹോസ്പിറ്റല് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഐറ്റംസും അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടേക്ക് ആളുകൾ വരുമോ? അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക്, ഡോക്ടേഴ്സ് ആവാം, നഴ്സുമാരാവാം, മെഡിക്കൽ സ്റ്റാഫുകളാവാം, അവർക്ക് ജോലി ചെയ്യാനും അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്ത് ആവശ്യമാണ്? ഓരോ മെറ്റീരിയൽസും ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ? പെന്നാവാം, അതുപോലെ തന്നെ ഇപ്പോ വില കൂടിയ എക്യുപ്മെന്റ്സുകളാവാം, ഓരോ മെഷീൻസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അവിടെ അല്ലെ? ആ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സുകളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങള് സക്സസ് ആക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലുകളിലെ ഒരു പ്രധാനപ്പെട്ട റിസോഴ്സസുകളാണ്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ടത്, ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടന്റ് റിസോഴ്സസ് ആണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദി ഹോസ്പിറ്റൽ. നമ്മൾ പറയുന്നല്ലേ, ഹോസ്പിറ്റലുകളിലെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൂടി മെറ്റീരിയൽസ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? വായിച്ചു നോക്കി, ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ബുദ്ധിമുട്ടുണ്ടോ ഈ ചാപ്റ്റർ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ ഇത്തിരി ലെങ്തി ആണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാം. അപ്പൊ ബോറടിക്കുമ്പോൾ പറഞ്ഞാൽ മതി, ഇടയ്ക്ക് നമ്മള് പാട്ടൊക്കെ പഠിപ്പിക്കാം കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടാവും? ആരുമില്ല? ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ പാട്ട് പഠിപ്പിക്കാം. പിന്നെ ക്ലാസ് അങ്ങനെ ബോറടിക്കില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. എന്നെ ചുമ്മാ മാറിയിട്ടില്ല, വീണ്ടും വന്നു. ഇന്നലെ ഇവിടെ ഉത്സവമായിരുന്നല്ലോ, അപ്പൊ അവിടെ വെയിലത്തൊക്കെ പോയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോ വെയിൽ കൊണ്ടിട്ടാണ് തോന്നുന്നു, പോലൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും ചുമയും കാര്യങ്ങളൊക്കെ അല്ല, ചുമ കുറഞ്ഞു വന്നതാണ്. ഇപ്പൊ പിന്നെ ഇപ്പൊ കോൾഡ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട്.
വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ ഇതാ പഠിച്ചു കഴിഞ്ഞാൽ പറയാട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓക്കെ, ഇനി എയിംസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. അവിടെ എയിമൽ എന്നാണ് കിടക്കുന്നത്. എയിംസ് ഓഫ് എന്നാണ് കേട്ടോ അവിടെ. ടെക്സ്റ്റ് ബുക്കില് കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത്? തെറ്റുണ്ടോ? എയിമൽ എന്നാണോ? അത് എയിംസ് എന്നാണ് കേട്ടോ. Okay, the objective of material management in a hospital is to make sure that there is ample stock of a required item for continuous supply. First aim അല്ലെങ്കിൽ objective എന്ന് പറയുന്നത് എന്താണ്? Ample stock of required items for continuous supply. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലില് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവർക്ക് വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് കണ്ടിന്യൂസ് ആയിട്ട് മതിയായ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എന്താണ് മെറ്റീരിയൽസ് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ആംബിൾ സ്റ്റോക്ക് ഓഫ് റിക്വയർഡ് ഐറ്റംസ് ഫോർ കണ്ടിന്യൂസ് സപ്ലൈ. അപ്പോ മതിയായ രീതിയിൽ സ്റ്റോക്ക് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെന്താ? ടു കീപ് എവേ ഫ്രം സർപ്ലസ്. സർപ്ലസ് എന്ന് പറഞ്ഞാല് മിച്ചം വരിക അല്ലെങ്കിൽ ബാലൻസ് വരിക എന്നുള്ളതാണ് അർത്ഥമായിട്ട് വരുന്നത് അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? മിച്ചം വരാത്ത രീതിയിൽ നമ്മള് ഐറ്റംസുകള് പർച്ചേസ് ചെയ്യണം. അതായത് എന്താണ്? ഇപ്പൊ കൂടുതലായിട്ട് ഓവറായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിനുള്ളത് തന്നെ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ ആ സ്റ്റോക്ക് എന്താണ്? എക്സ്പയറി ആയി പോവാനായിട്ട് അല്ലെങ്കിൽ നശിച്ചു പോവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി. അതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം ആയിട്ട് പറയുന്നത്. ഹാവ് അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്. ഇനി
എന്താണ് ഉചിതമായിട്ടുള്ള രീതിയിൽ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് എങ്ങനെയാണ്, ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് മെഡിസിൻസുകൾ എടുക്കാം. മെഡിസിൻസുകൾ എടുക്കുമ്പോൾ അതിനകത്ത് ഇപ്പോ കൂളായിട്ട് എന്താണ് തണുത്ത സ്റ്റോറേജിൽ വെക്കേണ്ട മെഡിസിൻസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുന്ന മെഡിസിൻസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോ നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ വെക്കാറുണ്ട്. അങ്ങനെയും സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെഡിസിൻസുകൾ ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉചിതമായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നെ എന്താണ്, easy retrievability, distribution, the point of usage whenever needed. ഈ റിട്രീവബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ ഐറ്റംസും അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ക്രമീകരിച്ച് വെക്കണം. അപ്പൊ എന്താണ്, നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ക്രമീകരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് തരംതിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ട് ഇങ്ങനെ വെച്ച് ഓരോ സമയം ഒരു സ്ഥലത്തായിരിക്കും, മറ്റൊരു സമയത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്ലേസുകൾ ഉണ്ടാവും. അങ്ങനത്തെ രീതിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എന്താണ്, effective and efficient utilization of resources available. അതായത് ഫലപ്രദവും കാര്യക്ഷമവുമായിട്ട് റിസോഴ്സസുകൾ ഉപയോഗിക്കണം. ഹോസ്പിറ്റലുകളിൽ പല പല റിസോഴ്സസുകളുണ്ട്. അത് എന്ത് ചെയ്യണം, കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ഓർ എയിമിൽ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് ആംപിൾ സ്റ്റോക്ക് ഓഫ് റിക്വയർഡ് ഐറ്റംസ് ഫോർ കണ്ടിന്യൂസ് സപ്ലൈ. കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള മതിയായ സ്റ്റോക്കുകൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ മിച്ചം വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽസ് വാങ്ങി ഉപയോഗിക്കാൻ നോക്കണം. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് സ്റ്റോറേജിൽ അല്ലെ ഉചിതമായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. തിരിച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ, അതായത് ക്രമീകരിച്ച് വെക്കുന്നത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിൻ്റെതായിട്ടുള്ള സ്പേസിൽ വേണം നമ്മൾ ക്രമീകരിച്ച് വെക്കാനായിട്ട്. ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും റിസോഴ്സുകൾ ഉപയോഗിക്കണം. കിട്ടിയോ? അതുപോലെ തന്നെ മേജർ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെ. ഈ മെറ്റീരിയൽസിന്റെ ഉപയോഗം കൊണ്ട് നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് പ്രോഫിറ്റ് മാക്സിമം അല്ലെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, മിച്ചം വരാത്ത രീതിയിൽ ഓവറായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാതെ ആവശ്യത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓവറായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലോ, നമുക്കൊരു 10 എണ്ണം ഇപ്പൊ പേന മതി, ഒരു 15 എണ്ണം അല്ലെങ്കിൽ മെഡിസിൻ എടുക്കാം, ഒരു 10 ഷീറ്റ് മതിയാവും മെഡിസിൻ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു മെഡിസിൻ. അത് ഇനി ചിലപ്പോ ഒരു 10-40 എണ്ണം ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ചിലപ്പോ അത് ഇങ്ങനെ പേഷ്യൻസ് വാങ്ങിച്ചു കൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് എക്സ്പയറി ആവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് അത്രയും നഷ്ടം വരുന്നുണ്ട്, അപ്പൊ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് നല്ല രീതിയിൽ ക്രമീകരിച്ച് വെക്കാനായിട്ടും അത് ഓവറായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ടും നോക്കരുത്. കൃത്യമായിട്ടുള്ളത് പർച്ചേസ് ചെയ്താൽ മതി. അതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് അല്ലെ, കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്. ഏതൊരു ഓർഗനൈസേഷനും എന്തുണ്ട്, ഗോൾ ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലെ. അതൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അയച്ചു നോക്കാം കേട്ടോ. എയിംസ് ആൻഡ് മേജർ ഒബ്ജക്റ്റീവ്. മേജർ ഒബ്ജക്റ്റീവ് തിരിച്ചു പഠിക്കണം കേട്ടോ. ചിലപ്പോ ചോദിക്കാറുണ്ട് മേജർ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത്, ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഒന്ന് നോക്കാം, കറക്റ്റ് ആയിട്ട് പഠിക്കണം.
നെക്സ്റ്റ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഇതൊക്കെ ഫങ്ഷൻസ് ആണ് നോക്കിയേ. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് അല്ലെ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടതായിട്ടുള്ള പല പല മെറ്റീരിയൽസ് ആവാം അല്ലെ. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കില്ല പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടത്. പീഡിയാട്രിക്കിന് വേണ്ടതായിരിക്കില്ല ഓർത്തോ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടത് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിന് വ്യത്യസ്ത രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളായിരിക്കും ആവശ്യമായിട്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽസുകളായിരിക്കും ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സ്റ്റോക്ക് നോക്കിയിട്ട് അത് പ്ലാനിങ് നടത്തുന്നു. എന്തൊക്കെ വേണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന് ഏതൊക്കെയാണ് വേണ്ടത്, അതനുസരിച്ച് പ്ലാനിങ് നടത്തുന്നു. അതുപോലെ തന്നെ എന്താണ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് അതനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസിങ് നടത്തി അല്ലെ. നമ്മുടെ സപ്ലയറിന് ഓർഡർ കൊടുത്തു, നമ്മൾ പർച്ചേസിങ് നടത്തി. അതിനുശേഷം എന്താണ് ഓർഡർ അനുസരിച്ചിട്ട് സപ്ലയർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നു. ഇത്ര മെറ്റീരിയൽസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത് എന്ന് വെച്ചാൽ അത്രയും നമ്മൾ ഓഫീസിലോട്ട് അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ റിസീവ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാല് റിസീവ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണോ അല്ലെ, നമ്മൾ കൊടുത്ത ഓർഡർ അനുസരിച്ചിട്ടാണോ ആ സ്റ്റോക്ക് അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നത് എന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മളൊരു പേന 10 കൊടുത്തു കഴിഞ്ഞാൽ അയാൾ 15 കൊണ്ടുവന്നാൽ അത്രയും നമുക്ക് നഷ്ടമാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ നോക്കാം 10 തന്നെയാണോ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ, ആ ഡാമേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കണം അല്ലെ, പുതിയത് മാറ്റി തരാനായിട്ട് പറയണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തി. പിന്നെ എന്താണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അതാത് മെറ്റീരിയൽസ് പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എന്താണ് ഇൻവെന്ററി കൺട്രോള്. എന്താണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാല്, ഇൻവെന്ററി എന്താ ഇൻവെന്ററി? ഓക്കെ, സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. സ്റ്റോക്ക് എന്ന് പറയുന്നുണ്ട്, ഇൻവെന്ററി പറയുന്നത് സ്റ്റോക്ക് എന്നാണ്. അപ്പൊ എന്താണ് വിവര പട്ടിക അല്ലെങ്കിൽ സ്റ്റോക്ക്, അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ട്, എത്ര സ്റ്റോക്കുകളാണുള്ളത്, അപ്പൊ എത്ര എണ്ണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം, എത്ര എണ്ണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചിട്ട് എത്ര എണ്ണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ആ ഇൻവെന്ററി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി അതുപോലെ തന്നെ പറയുന്നത് കോസ്റ്റ് റിഡക്ഷൻ. എങ്ങനെയെല്ലാം നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയെല്ലാം കുറയ്ക്കാൻ പറ്റും? ആവശ്യമുള്ള സ്റ്റോക്ക് മാത്രം ഓർഡർ ചെയ്താൽ മതി അല്ലെ. പിന്നെ ഒരു പോയിന്റ് ആണ്, കറക്റ്റ് ആണ്. പിന്നെന്താ, പിന്നെന്തൊക്കെയാ ആലോചിക്കേ. മെറ്റീരിയൽസ് കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാം. ഓക്കെ, പിന്നെ പിന്നെന്തൊക്കെയാ
മെറ്റീരിയൽസ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ലേ? റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കുന്നത് വഴി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ആണോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട് അതൊക്കെ? നമുക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പൊ എന്താണ്? റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം അല്ലെ? റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്തതോ കാർഡ്ബോർഡുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ്, വളരെ എന്താണ് വിലപിടിപ്പുള്ള ഐറ്റംസ് ഒക്കെ ആയതുകൊണ്ട് അവർക്ക് കോസ്റ്റ് കുറവായിരിക്കും ഇല്ലേ? ഇപ്പൊ സ്കാനിങ് മെഷീൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വാങ്ങുകയാണെങ്കിൽ എന്താണ്, അത് കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ റിപ്പയർസോ മെയിൻ്റെനൻസ് വർക്കോ ഒന്നും ഇല്ലാതെ കുറെ നാൾ, ചിലപ്പോൾ ഒരു 5 വർഷം വരെ മാക്സിമം ഓടാനായിട്ട് സാധ്യതയുണ്ട് ഇല്ലേ? ഒരു റിപ്പയർസോ മെയിൻ്റെനൻസോ ഒന്നും കൂടാതെ നമുക്ക് അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ? ക്യാഷ് കൂടുതലുള്ള, ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും ക്യാഷ് കൂടുതലുള്ള ഐറ്റംസ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് നല്ല ക്വാളിറ്റി ഉണ്ടാവും ഇല്ലേ? നമ്മള് പറയാറുണ്ടല്ലേ, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. ക്യാഷ് കൂടുതലും ക്വാളിറ്റി കൂടും, ക്യാഷ് കുറവാണെങ്കിൽ ക്വാളിറ്റി കുറയും. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലും ക്യാഷ് കൂടുതലുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്താ വാല്യൂ അനാലിസിസ്? വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂല്യ വിശകലനം. അതായത് ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടാതെ ചിലവ് കുറയ്ക്കാൻ പറ്റും. അതായത് ഒരു എക്സാമ്പിൾ പറയാം, BP ചെക്കിംഗ് മെഷീൻ. BP ചെക്കിംഗ് മെഷീൻ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? BP ചെക്ക് ചെയ്യുക എന്ന് മാത്രമാണ് അല്ലെ? BP ചെക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് റേറ്റ് കാണിച്ചു തരും ഇല്ലേ? ലോ ആണോ അല്ലെങ്കിൽ എന്താണ് ഹൈ ആണോ എന്നുള്ളത്. അതാണ് അതിന്റെ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാല്. അത് നമ്മൾ എന്ത് ചെയ്തു? അത് പല കളറില് അതുപോലെ തന്നെ പല ഷേപ്പില് നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉപയോഗം ഉണ്ടോ? ഉപയോഗമുണ്ടോ? അതാണ് പറഞ്ഞത്, ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് വെക്കാതെ ഒരു സാധനം തന്നെ പല വെറൈറ്റി ഓഫ് സാധനങ്ങൾ, ഒരു ഐറ്റത്തിന്റെ തന്നെ പല വെറൈറ്റി വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരമുണ്ടോ? അതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? BP ചെക്ക് ചെയ്യുക എന്ന് മാത്രമുള്ള ഒരു രീതിയിലാണ് അത് വരുന്നത് അല്ലെ? അതുകൊണ്ട് നമ്മള് എന്താണ് ആ മൂല്യം നമ്മള് എന്താണ്, അപ്പൊ അത്രയും നല്ല സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കാതെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു മിഷൻ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ മതി. അങ്ങനെ BP നമുക്ക് അത് ഇനി പിന്നെ ചീത്തയുമ്പോ പിന്നെ വാങ്ങിച്ചാൽ മതി. അതാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടാതെ ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്താ ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്താണ് ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കിയേ. ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താ? നിർമാർജനം ചെയ്ത് കളയാം അല്ലെ? വെരി ഗുഡ്. എക്സ്പയറി ആയിട്ടുള്ള ഐറ്റംസുകൾ അല്ലെങ്കിൽ മെഡിസിൻസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അത് തന്നെ. എന്താണ് എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ യൂസ് ചെയ്ത സിറിഞ്ചുകള്, അതുപോലെ തന്നെ പല എന്താണ് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ, തുണികള്, പേഷ്യൻസിന് യൂസ് ചെയ്ത തുണികള്, അതൊന്നും മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സിറിഞ്ചുകള്, പിന്നെ ഷാർപ്പ് ഐറ്റംസ് ഒക്കെ, അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മള് നിർമാർജനം ചെയ്ത് കളയുന്നു. ഒന്നല്ലെങ്കിൽ സ്ക്രാപ്പിൽ കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിർമാർജനം ചെയ്ത് കത്തിച്ച് കളയുകയോ, അങ്ങനെ പല ഡിസ്പോസൽ മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഫങ്ഷൻസിൽ വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, പർച്ചേസിംഗ്, receiving and inspection, stocking and distribution, inventory control, cost reduction, value analysis, disposal. Clear ആണോ ഈ പോയിന്റ്സ്? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. Different items, types of materials in hospitals. Different materials യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ ഹോസ്പിറ്റലില്? ഏതൊക്കെയാണ്?
ഓക്കെ. എക്യുപ്മെന്റ്സ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട വിച്ച് ഇൻക്ലൂഡ്സ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ്. മെഷീൻസ് വിച്ച് ഇൻക്ലൂഡ്സ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ടത്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ്. പ്രിന്റിംഗിൽ വരുന്നത് ഏതൊക്കെ ഐറ്റംസ് ആയിരിക്കാം? എക്സാമ്പിൾ പറഞ്ഞേ. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രിന്റിങ്ങിലൂടെ വരുന്ന ഐറ്റംസുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ വരും? പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്തൊക്കെ പ്രിന്റ് ചെയ്ത് കിട്ടാറുണ്ട് നമുക്ക്? ബില്ല്, പിന്നെ സ്കാനിങ് റിസൾട്ടുകൾ. വെരി ഗുഡ്. പിന്നെ ടെസ്റ്റ് റിസൾട്ടുകൾ. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് പ്രിന്റിൽ വരുന്നത് കേട്ടോ. സ്റ്റേഷനറി ഐറ്റംസ് അറിയാലോ, ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? സ്റ്റേഷനറി പെൻ, ഓക്കെ, പെൻ, ബുക്ക്, ഫയല്, റെക്കോർഡ്സ്, അല്ലെ, പെൻസിൽ, അങ്ങനെയുള്ള പല ഐറ്റംസും എന്തിലാണ്? സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ടാണ് വരുന്നത്. ഇനി എന്താ? ഹൗസ് കീപ്പിംഗ്, ലിനൻ ആൻഡ് കെമിക്കൽസ് അറിയാലോ, ലോഷൻസുകള്, ലിക്വിഡ്സ്, ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഡയറ്ററി. ഡയറ്ററി എന്താ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡയറ്ററി? ഡയറ്ററി ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഇനി ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്, അതെന്താണ്? എന്തൊക്കെയായിരിക്കാം എക്സാമ്പിൾസ് വരുന്നത്? ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോ എന്തൊക്കെ വരും? റൂമിലൊക്കെ എന്തൊക്കെ ഉണ്ടാവും? ലൈറ്റ്, ഫാൻ, അല്ലെ, ബൾബ്, ഇങ്ങനെയുള്ള ഐറ്റംസ്, വയറ്, അല്ലെ. പിന്നെ എന്തൊക്കെയാണ്? ലാബ്, കെമിക്കൽസ്. ഓക്കെ, ലാബിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്. അതുപോലെ തന്നെ ഫാർമസിയിലെ ഡ്രഗ്സുകള്, അതുപോലെ തന്നെ നീഡിൽസ്, സിറിഞ്ച്, ഇതൊക്കെയാണ് ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ടത്. കെമിക്കൽസ്, ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് മെഷീൻസ് പ്രവർത്തിക്കാനായിട്ട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, പൈപ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്. അതായത് ഇപ്പൊ ഒരു പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പഴയ ബിൽഡിംഗ് ഉണ്ടാവും, അതിനെ കൂടി നമ്മള് എന്താണ് പുതിയത് പണിയുന്നുണ്ടാവും അല്ലെ, ചില ഹോസ്പിറ്റലുകളിലൊക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസുകൾ, പൈപ്പ്, വയറ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, അതാണ്. പിന്നെന്താ? കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽസ് ആൻഡ് പെട്രോൾസ് ടു സ്റ്റാർട്ട് എ ബോയിലർ ആൻഡ് ഓട്ടോക്ലേവ്സ്. ഓട്ടോക്ലേവ്സ് ഒക്കെ അറിയാലോ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യാനായിട്ട് പെട്രോൾസ്, അതുപോലെ തന്നെ ഡീസൽസ് ഒക്കെ വേണം. ഓക്കെ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൺസ്യൂമബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ആണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്താണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? IMM അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. IMM, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, is a close coordination of all departments which are related with the utilization of materials. Everything merged under one head, no, example purchasing, storing, etc. under materials manager. So, materials management, integrated materials management, IMM എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നത് എന്താണ്? മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏകോപനം, കോർഡിനേഷൻ, അതിനെയാണ് IMM എന്ന് പറയുന്നത്. മനസ്സിലായോ? IMM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയാം ഹോസ്പിറ്റലുകളില് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട്
എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏകോപനം അല്ലെങ്കിൽ കോർഡിനേഷൻ, അതിനെയാണ് IMM എന്ന് പറയുന്നത്. മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏകോപനമാണ് IMM എന്ന് പറയുന്നത്. അതായത് ഇവിടെ മെറ്റീരിയൽസ് മാനേജർ ഉണ്ടാവും ഇല്ലേ, മെറ്റീരിയൽസ് മാനേജർ ഉണ്ടാവും. ആ മാനേജറിന്റെ കീഴിലായിരിക്കും എല്ലാ കാര്യങ്ങളും ലയിച്ചിരിക്കുന്നത്. ഓക്കെ, മർജ് ചെയ്യിച്ചിരിക്കുന്നത്. മർജ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലയിക്കുക. ഓക്കെ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കില്ല. ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റേഡിയോളജി ഉണ്ട്, പീഡിയാട്രിക് ഉണ്ട്, ENT ഉണ്ട്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെന്റിനും വ്യത്യസ്ത രീതിയിലുള്ള ഐറ്റംസ് ആയിരിക്കും വേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കില്ല. പകരം എന്താ ചെയ്യാം, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്യും. അവരോട് ചോദിക്കും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വേണ്ടത്, ഓർത്തോന് എന്തൊക്കെയാണ്, പീഡിയാട്രിക്കിന് എന്തൊക്കെയാണ്, അങ്ങനെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി ലിസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ലിസ്റ്റ് ഇട്ടിട്ട് സപ്ലയറുടെ അടുത്ത് പോയിട്ട് സപ്ലയറുടെ കയ്യിൽ നിന്ന് ഐറ്റംസ് ഓർഡർ കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അതാണ് IMM എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സാധനങ്ങള് ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാതെ എല്ലാതും ഒരുമിച്ച് വാങ്ങി അവര് സ്റ്റോർ ചെയ്യുന്നു. അത് റിസീവ് ചെയ്ത് എടുത്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് IMM എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ചരിതക്കെല്ലാം ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം. ഓക്കെ,
ഇന്ന് നമ്മൾ എടുത്തത് എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത് സ്റ്റോർസ് മാനേജ്മെന്റ് എന്നുള്ളത്. ഓർത്ത് വെക്കാം, ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡെഫിനിഷൻ പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് എന്താണ് വൈറ്റൽ റിസോഴ്സസ് ആണ് ഹോസ്പിറ്റലിന്റെ. അതുപോലെ തന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മെറ്റീരിയൽസ് പ്രവർത്തിക്കുന്നുണ്ട്. എയിംസ് പഠിക്കാം. മേജർ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് 3 ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. മേജർ ഒബ്ജക്റ്റീവ് ആണ് ഈ 3. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാരഗ്രാഫിലുള്ളത് കേട്ടോ. അത് ഓർത്ത് വെക്കണം. ഫംഗ്ഷൻ നമ്മൾ നോക്കി. അതിനുശേഷം ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്. പിന്നെ IMM ആണ് പറഞ്ഞത്. IMMന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്ത് പറ്റി ക്ലാസ്സിൽ നിന്ന് ഒരു ഉണർവില്ലാത്ത പോലെ? 3rd മൊഡ്യൂൾ തുടങ്ങിയപ്പോഴാണോ? ഇല്ല. ഷാനി ഒന്നില്ലേ? ജോയിൻ ആയിട്ടില്ലേ ഷാനി? വേറെ ആരെയും കാണുന്നില്ല, അതുകൊണ്ട് ഫർസാന ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ഉണർവില്ലാത്ത പോലെ ഇരിക്കുന്നത്. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത്രയും വരെ വായിച്ച് പഠിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.